ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ആലു ചോറ് കോർമയാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു കറി നമുക്ക് എന്തിൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പം, ചപ്പാത്തി, ഈവൻ അപ്പത്തിൻ്റെ ഒപ്പം, ഈവൻ നമുക്ക് ഇഡ്ഡലിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കറി എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ. ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാൻ തലേ ദിവസം രാത്രിയിൽ 1 കപ്പ് നമ്മുടെ വെള്ളക്കടല ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 4 മീഡിയം സൈസുള്ള കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്ക്രബ്ബർ വെച്ചൊക്കെ പൊടിയൊക്കെ നന്നായിട്ട് കഴുകി നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിഴങ്ങ്. ഇനി നമുക്ക് ഒരു കുക്കറിലോട്ട് നമ്മുടെ ഈ ഒരു വെള്ളക്കടല ആഡ് ചെയ്ത് കൊടുക്കാം. കടല ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 4 to 5 വിസിൽ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. വെള്ളമൊക്കെ നമ്മുടെ ആവശ്യമനുസരിച്ച് ഒഴിച്ചതിന് ശേഷം വേണം ലിഡ് ക്ലോസ് ചെയ്ത് വേവിക്കാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാലകളൊന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാർ എടുക്കാം. അതിലോട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മസാലകൾ: ഒരു പട്ട, ഒരു ഏലക്കായ, ഒരു വത്തലമുളക്, 2 വത്തലമുളക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് കുരുമുളക്, ഒരു 5-6 കാഷ്നട്ട്സും, 1/2 ടീസ്പൂണ് നമ്മുടെ പെരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഈ വകയെല്ലാം നമ്മുടെ മിക്സി ജാറിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലകൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ മല്ലിക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് നാളികേരം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പച്ചമുളക് 2ആയിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളിക്ക് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്യൂബ്സ് ആക്കി കട്ട് ചെയ്താണ്. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവോള, അതും കൂടെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഖസ്ഖസ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ലിഡ് ക്ലോസ് ചെയ്തൊരു ഫൈൻ പേസ്റ്റ് ആക്കി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നല്ല ഫൈൻ പേസ്റ്റ് ആക്കി നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് റെഡിയാക്കി വെക്കാം. ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മിക്സി ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ആ ഒരു ഗ്രേവിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഗ്രേവി നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. കുക്കറിൽ നല്ലതായിട്ട് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് ഒന്ന് നോക്കാം. നന്നായിട്ട് ഉടങ്ങി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ഈ ഒരു കടല നന്നായിട്ടൊന്ന് സ്മാഷായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊട്ടാറ്റോടെ, അതായത് നമ്മുടെ കിഴങ്ങിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് റെഡിയാക്കി നമുക്ക് സൈഡിലോട്ട് ഒന്ന് ആക്കി വെക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഓയിൽ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിലോട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം 1 ടീസ്പൂണ് നമ്മുടെ കടുക് ചേർത്തു. ഇനി നമുക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവോളയാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് മുന്നേ നമുക്കിതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കരിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ്, ജസ്റ്റ് ഒന്ന് പിങ്കിഷ് കളർ ആവുന്നിടം വരെ, അതായത് അധികം ഡാർക്ക് കളർ ആവേണ്ട, ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഒന്ന് കുക്കായി മതി കേട്ടോ. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ട് നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാലക്കൂട്ടെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ബോയിൽ വന്ന ഈ ഒരു മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് കുക്കായി ഓയിലെല്ലാം നന്നായിട്ടൊന്ന് റിലീസായി വരുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 5 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. ഇതാ നോക്കിക്കോളൂ, മസാല എല്ലാം നന്നായിട്ട് വെന്ത് ഓയിലെല്ലാം റിലീസായി നന്നായിട്ടൊന്ന് കൂട്ടായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകൾ ഏകദേശം നന്നായിട്ട് വഴണ്ട് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളിക്ക് ഞാൻ തീരെ നൈസായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ക്യൂബ്സ് ആക്കി നമ്മൾ ഈ ഒരു കറി കഴിക്കുമ്പോൾ ക്യൂബ്സ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതായത് നമുക്ക് ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് തക്കാളിക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്താണ് ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത്. സാധാരണ മുളക് പൊടി മാത്രമാണെങ്കിൽ നിങ്ങളുടെ എരിവ് അനുസരിച്ച് ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ബൗൾ നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊരു ബോയിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നോക്കിക്കോളൂ, നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്, അതും നമ്മുടെ വൈറ്റ് ചന വേവിച്ച് വെച്ചിരിക്കുന്ന അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ബോയിൽ ഏകദേശം വരുന്ന ആ സമയം കൊണ്ട് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു നല്ലൊരു ബോയിൽ വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് നാളികേരം നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നാളികേരം ആഡ് ചെയ്തതിന് ശേഷം അധികം ഒന്ന് ബോയിൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല, കാരണം അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ വേയിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ആലു ഛോലെ കുറുമ ഇവിടെ റെഡിയാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സർവിങ് ബൗളിലോട്ട് ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആലു ഛോലെ കുറുമ ഇവിടെ റെഡിയായി നമ്മുടെ സർവിങ് ബൗളിലോട്ട് ഞാൻ സെർവ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി നമുക്ക് എന്തിൻ്റെയും കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചപ്പാത്തിക്ക്, ചോറിൻ്റെ ഒപ്പം, പൂരിയുടെ ഒപ്പം, ഇഡ്ഡലി, ദോശ, ഈവൻ അപ്പത്തിൻ്റെ ഒപ്പം എന്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. സോ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.